സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. കർത്താവിൻ്റെ വരവ് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരാണ് നമ്മൾ. അടുത്ത ഞായറാഴ്ച ക്രിസ്തുരാജൻ്റെ തിരുനാൾ ഓർക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലോ നമ്മളുടെ മരണശേഷമോ അവൻ വീണ്ടും വരുമ്പോൾ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ടവരാണ് നമ്മൾ. അപ്പം ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ആഗോള സഭയിലെ വിശുദ്ധ കുർബാനയിലെ തിരുവചനങ്ങൾ ഓർപ്പിക്കുന്നത് നമ്മൾ ഉണർന്നിരിക്കുവാനായിട്ടാണ്. ഈ ലോകത്തിൽ നമുക്കറിയാം കുറേ നാളായിട്ട് 2000 വർഷമായിട്ട് ഇത് കേൾക്കുകയാണ്, അവൻ വീണ്ടും വരും, അവൻ വീണ്ടും വരും, വീണ്ടും വരും. ഇതുവരെ വന്നിട്ടില്ല. പത്രോസ്ലിയ അതേക്കുറിച്ച് പറയുന്നുണ്ട്. ആകയാൽ 2 പത്രോസ് 3-ാമത്തെ അധ്യായത്തിൽ 14 പറയുന്നുണ്ട്, ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ആ ബുദ്ധിമുട്ടുകളും പീഡകളൊക്കെ അവസാന കാലഘട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷാകരം ആണെന്ന് കരുതിക്കൊള്ളുവിൻ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനമനുസരിച്ച് ഇക്കാര്യം തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഇങ്ങനെയാണ് എല്ലാ ലേഖനങ്ങളിലും അവൻ എഴുതിയിരിക്കുന്നത്. മനസ്സിലാക്കാൻ വിഷമമുള്ള ചില കാര്യങ്ങൾ അവയിലുണ്ട്. പൗലോസ് പറഞ്ഞത് അന്നത്തെ കാലത്ത് പൗലോസിന്റെ ആ സമയത്ത് തന്നെ യേശുവിന്റെ 2ാമത്തെ വരവാണെന്ന് അത്രമാത്രം പ്രതീക്ഷിച്ചിരുന്നൊരു കാലഘട്ടമാണ്. പക്ഷെ പത്രോസ്ലിയ പറയാണ്, സഭയുടെ മാർപ്പാപ്പായ പത്രോസ്ലിയ ഒഫീഷ്യലായിട്ട് പറയാണ്, അവന്റെ രക്ഷ എന്ന് പറയുമ്പോൾ എല്ലാവരും രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അവന്റെ വരവ് ഇപ്പോഴും താമസിക്കുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ ഈശോ തന്നെ പറഞ്ഞ് നമ്മൾ കേട്ടു, പിതാവിനല്ലാതെ പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലുമോ അത് അറിയില്ലായിരുന്നു. പുത്രനെ അറിയില്ല എന്ന് പറയുമ്പോൾ ആ തീരുമാനം പിതാവിൻ്റെ കരുണയാണ്. പിതാവിൻ്റെ കരുണയായതുകൊണ്ട് പുത്രനെ അറിയാം, പക്ഷെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് എല്ലാം പുത്രൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് പുത്രനെ അറിയാം പക്ഷെ പുത്രനെ അറിയില്ല എന്ന് പറയാൻ കാരണം അത് പിതാവിൻ്റെ കരുണയുടെ ഒരു തീരുമാനമാണ്. അതിനു മുമ്പിൽ പുത്രൻ സമർപ്പിച്ചിരിക്കാൻ. വെളിപാട് 5 നമ്മൾ കാണുന്നുണ്ട്, ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് രക്തമൊലിക്കുന്ന ഒരു കുഞ്ഞാടിനെ പോലെ ഇന്നും നിൽക്കുകയാണ്. പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ഈ ലോകത്തിലുള്ള എല്ലാവരും രക്ഷപ്പെടാനായി നിത്യതയിലേക്ക് എത്തുവാനായുള്ള ദൈവിക സംവിധാനത്തിന്റെ ഭാഗമാണത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ കേട്ട് ആർക്കറിയാം, കുറേ നാളായിട്ട് കേൾക്കുന്നതാണ്. ഈശോ മത്തായിയുടെ 25-ാമത്തെ അധ്യായത്തിൽ 10 കന്യകളുടെ ഉപമയിൽ അതേക്കുറിച്ച് പറഞ്ഞ ഇങ്ങനെയാണ്, മണവാളൻ വരാൻ വൈകി, ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. എല്ലാവരും കിടന്നുറങ്ങി, 10 പേരും കിടന്നുറങ്ങി. പക്ഷെ 5 പേരുടെ കയ്യിൽ എണ്ണ ഒരുക്കത്തോടെയാണ് അവർ കിടന്നത്. നമ്മൾ ഇന്ന് ഒരുമാതിരി ഒരു ആലസ്യത്തിലാണ്. അല്ലെ, അവൻ്റെ വരവിൻ്റെ സമയത്തും നോഹയുടെ കാലം പോലെ ആയിരിക്കും അന്നും കല്യാണം കഴിക്കുകയും ചെയ്തു കൊടുക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മനുഷ്യൻ പെട്ടെന്നായിരിക്കും അവൻ്റെ വരവ്. അതിനാൽ നിങ്ങൾ ഉണർന്നിരിക്കുവിനെന്നാണ്. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. റോമറിൽ 13 പൗലോസ്ലിയ നമ്മളെ ഓർപ്പിച്ചൊരു കാര്യമാണ്. നമ്മളിങ്ങനെ ആലസ്യത്തിൽ എപ്പോഴാണ് നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഈ ലോകത്തിലങ്ങ് അടിച്ചു പൊളിച്ച് സുഖമായിട്ട് ജീവിച്ചേക്കാം. ഇതൊക്കെ കുറേ നാളായിട്ട് കേൾക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ എങ്ങനെയാണ്? അതുകൊണ്ട് നമുക്ക് ഉള്ള ഒറ്റ ജീവിതമുള്ളൂ. അതുകൊണ്ട് അടിച്ചു പൊളിച്ച് എല്ലാ സുഖങ്ങളും ആസ്വദിച്ചങ്ങ് ജീവിച്ചേക്കാം. നമ്മൾ അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരുന്നിട്ട് ആസ്വദിക്കാവുന്നതൊക്കെ ആസ്വദിച്ചു. സോളമൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, എനിക്കുള്ള ദൈവിക ജ്ഞാനം നഷ്ടപ്പെടാതെ എല്ലാ സുഖങ്ങളും ആസ്വദിക്കാനായി ഞാൻ ശ്രമിച്ചു എന്നാണ്. ഒറ്റ കാര്യം അതാണ്, എനിക്ക് ദൈവം തന്ന എൻ്റെ ജ്ഞാനം നഷ്ടപ്പെടാതെ എല്ലാ സുഖങ്ങളും ആസ്വദിക്കാൻ ഞാൻ ശ്രമിച്ചു എന്നാണ്. പക്ഷെ നമുക്കറിയാം, കുറെ കഴിഞ്ഞപ്പോൾ സോളമനും തെറ്റിപ്പോയി. നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. ഇപ്പം വളരെ ശ്രദ്ധയോട് നിദ്ര വിട്ട് ഉണരേണ്ട, റോമർ 13:11, നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ, നമ്മൾ ആരും പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു.
ഇത് കുറേ നാളായിട്ട് കേൾക്കുന്നല്ലേ, ഇതുവരെ അടുത്ത് വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല, നമുക്കറിയില്ല, ഏത് നിമിഷം വേണമെങ്കിലും സംഭവിക്കാം. അത് കാരണം വിശ്വാസ പ്രമാണത്തിലല്ല, അവൻ്റെ വചനമാണ്. എബ്രായർ 9:28 നമ്മൾ ഇതിനൊക്കെ ചിന്തിച്ചു. അവൻ വീണ്ടും വരും, അവൻ വീണ്ടും വരും. അതുവരെ പാപപരിഹാരാർത്ഥമല്ല, പിന്നെയോ തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അവൻ വീണ്ടും വരുന്നത്. അപ്പോൾ രക്ഷയ്ക്ക് വേണ്ടി നമുക്കുള്ള, നമ്മുടെ ഉള്ളിലുള്ള രക്ഷയുടെ വഴിയിൽ നമ്മളെ നിർത്തിയിരിക്കുന്ന എഫേസ്യസിൽ 4:30 രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമുക്ക് ക്രിസ്തുവിൻ്റെ രൂപം നൽകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോഴാണ് നമുക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കാൻ പറ്റുക. വിരുന്നൊഴുക്കിയിട്ട് മണവാളനെ എല്ലാവരെയും കാണാൻ വന്നപ്പോൾ അവിടെ ഒരുവന് വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരുവനെ അവിടെ കണ്ടു. അവനോട് ചോദിച്ചു, എന്താ നീ ഇങ്ങനെ വിവാഹ വസ്ത്രം ധരിക്കാമെന്നൊക്കെ. നമ്മൾ അറിയേണ്ടത്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ നമ്മളുടെ രൂപം വേറെയാണ്, നമ്മളെ പുറത്താക്കും അവിടുന്ന്. ദൈവത്തിൻ്റെ ആത്മീയ സാന്നിധ്യം, പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിൽ ഉണർന്ന് വിശുദ്ധിയിലായിരിക്കുകയാണ്. ഇന്ന് ടെക്സാസ് സ്റ്റേറ്റിന് വേണ്ടി ഹീസ്റ്റണിൽ നിന്നും പ്രാർത്ഥന, പുഷ്പ ബൈജുവ കുടുംബം പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ പുഷ്പ നമ്മളെ ഓർപ്പിച്ചിരുന്ന ആഗോള സഭയിലെ പ്രതിവചന സങ്കീർത്തനമാണ്. സങ്കീർത്തനം 15. പലപ്പോഴും വിശുദ്ധ കുർബാന, ചെറുമലബാർ കുർബാനയിൽ നമ്മൾ സങ്കീർത്തനത്തിൽ ചെല്ലുന്നതാണ്. കർത്താവിൻ്റെ കൂടാരത്തിൽ ആര് വസിക്കും? അവിടുത്തെ വിശുദ്ധ ഗിരിയിൽ ആര് വാസമർപ്പിക്കും? അവൻ വിശുദ്ധ ഗിരിയിലേക്ക് അസംഖ്യം തടവുകാരിയുമായി ആരോഹണം ചെയ്ത സങ്കീർത്തനം 68 വായിക്കുന്നു. നിത്യജീവനാണ് ഇവിടെ വിശുദ്ധ ഗിരി. നമ്മൾ അവനോടൊപ്പം നിത്യതയിൽ എന്നും വാഴുവാനുള്ളവരാണ്. കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധ ഗിരിയിൽ ആര് വാസമർപ്പിക്കും? ഉത്തരവിടെ പറയുന്നുണ്ട്, നിഷ്കളങ്കനായി ജീവിക്കുകയും, അല്ലെ, കൊച്ചുകുഞ്ഞിനെ കൊച്ചുകുഞ്ഞിന്റെ മനസ്സ്, നിഷ്കളങ്ക മനസ്സ്, നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ, പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ, ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും, ഈ ദുഷ്ടൻ എന്ന് പറയുന്നത് സാത്താൻ തന്നെ കേട്ടോ. നമ്മൾ സാധാരണ നമ്മളെ ഉപദ്രവിക്കുന്ന മനുഷ്യരെ നമ്മൾ കാണണ്ട ദുഷ്ടൻ എന്ന് പറയുമ്പോൾ. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു നമ്മൾ ചിന്തിച്ചത്. ദുഷ്ടൻ എന്ന് പറയുമ്പോൾ എൻ്റെ വല്യമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ചിലരെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ബൈബിളിൽ ദുഷ്ടനെ പന പോലെ വളർത്തു എന്നൊക്കെ ആരോ കുഴപ്പത്തിൽ ജീവിക്കുന്ന ഒരാളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്. പക്ഷെ നമുക്കറിയാം, പരിശുദ്ധാത്മ ബന്ധക്കോസ്ത അല്ലെങ്കിൽ ഈ കരിസ്മാറ്റിക് നവീകരണമൊക്കെ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ മനോഭാവത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായത്, ദൈവം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെയും ശത്രുവായി കരുതുന്നില്ല. എല്ലാവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ചൈതന്യം ഉള്ളത് കൊണ്ട് അവരെല്ലാം ദൈവത്തിൻ്റെതാണ്. ദൈവം ശത്രുവായി കാണുന്ന പത്രോസ് പറഞ്ഞ പോലെ, നിങ്ങളുടെ ശത്രുവായ പിശാച് ആരെ വിഴുങ്ങണമെന്ന് നോക്കിക്കൊണ്ട് അലറിപ്പായുന്ന സിംഹത്തെ പോലെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന, ആകയാൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവനെ എതിർക്കുവിൻ. മനുഷ്യനെ അല്ല, സാത്താനെയും. നമ്മളത് അറിയണം. ആത്മീയ ജ്ഞാനം ഉണ്ടെങ്കിലേ അറിയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വ്യക്തികളോടോ സമൂഹത്തോടോ രാഷ്ട്രീയ പാർട്ടികളോ ഏതെങ്കിലും പ്രസ്ഥാനത്തോടോ മറ്റുള്ള മതങ്ങളോടോ ഒക്കെ നമ്മൾ ശത്രുത പുലർത്തും. മനുഷ്യരോട് നമ്മൾ ശത്രുത പുലർത്തും. നമുക്കുള്ള ഒരു അപകടമാണ്. നമ്മൾ വീണുപോകും അതിൽ. കാരണം മനുഷ്യനെ വെറുക്കുന്നവനിൽ നിത്യജീവനില്ല എന്നാണ്. സഹോദരനെ വെറുക്കുന്നവൻ നിത്യജീവനില്ല, സ്വർഗത്തിൽ ഒരിക്കലും പ്രവേശിക്കുകയില്ല എന്നാണ് ഈശോ തന്നെ പറഞ്ഞത്. 1 യോഹന്നാൻ 3:15 യോഹന്നാൻ സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, അവനിൽ നിത്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. നിങ്ങളുള്ളവരെയും നഷ്ടം സഹിച്ചും ദുഷ്ടനെ സാത്താനെ പരിഹാസനായി കരുതുകയും ദൈവഭക്തൻ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള ദൈവമസി, അതിൽ നമ്മൾ എന്താ പറയുക, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നൊരാളെ കാണുമ്പോൾ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ആത്മീയമായ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമെങ്കിൽ വിശ്വാസത്തോടെ നിന്നിലുള്ള യേശുവിനെ ഞാൻ സ്തുതിക്കുന്നു എന്നാണ് പറയുന്നത്. കുഞ്ഞെ സഹോദര സഹോദരി, നിന്റെ ഉള്ളിലുള്ള യേശുവിനെ ഞാൻ ആദരിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മളോട് ഒരാൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള യേശുവിനെ ആദരിക്കുകയാണ്. നമ്മളതറിയണം. നമ്മളതെല്ലാം ഒരു ചടങ്ങ് പോലെ ഇങ്ങനെ അല്ലേ, മനുഷ്യരാണ് നമ്മളെല്ലാവരും. കുറേ കഴിയുമ്പോൾ ഒരു ചടങ്ങ് പോലെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും നമ്മളതൊരു
കംപ്ലേസൻസി, നമ്മളതൊരു ഒരു കാര്യം അങ്ങനെ ചെയ്തു പോകുന്ന ശീലമായി പോയതുകൊണ്ട് അങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്നായിരിക്കാനായിട്ടുള്ളൊരു ശ്രമം ഉണ്ടായിരിക്കട്ടെ. ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ, ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും. ചില ചോദിക്കും, അങ്ങനെയൊക്കെയാണ് എങ്ങനെ നടക്കുന്നല്ലോ? ബാങ്കുകളൊക്കെ എല്ലാം നമ്മൾ എന്തുമാത്രം പലിശ ബാങ്കുകാരൊക്കെ മേടിക്കുന്നു, ഇവരെല്ലാം നരകത്തിലേ പോവുള്ളൂ എന്ന് നമ്മൾ ചോദിക്കും ചിലപ്പോൾ. അങ്ങനെയല്ല, അതിനകത്തൊരു മേഖലയുണ്ട്. അതായത് യേശു പോലുമില്ല നികുതി കൊടുക്കാനായിട്ട് പത്രോസിനോ ആരോ പറഞ്ഞു, നിന്റെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഈശോനെ പറഞ്ഞു, പുത്രന്മാർ രാജാവിന്റെ മക്കൾക്ക് നികുതി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, പ്രജകളല്ലേ കൊടുക്കേണ്ടത്. ദൈവപുത്രനായ യേശു ക്രിസ്തു പറയാണ്, എൻ്റെതാണ് ഈ കാണുന്നതല്ല, ഞാൻ സൃഷ്ടിച്ചാണെന്നല്ല, ഞാൻ ആർക്കാ നികുതി കൊടുക്കേണ്ട. പക്ഷേ അവർക്ക് ഒരു പ്രതിബന്ധം ഉണ്ടാകാതിരിക്കാൻ, അവർക്ക് ഉതപ്പുണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി. ഈശോ പറഞ്ഞില്ല, നമ്മുടെ കൂടെ നടക്കുന്ന കുറേ സമ്പന്നരായ കുറേ കുടുംബങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കൂടെ, ആരോടെങ്കിലും പോയി പറഞ്ഞിട്ട് കർത്താവിന് നീതി അവരോട് കൊടുത്തേക്കാൻ പറഞ്ഞു. അതില്ല, അത് ചെയ്തില്ല ഈശോ. പത്രോസേ, നിന്റെ ജോലി മുക്കുവൻ്റെ പണിയല്ലേ, നീ പോയി കടലിൽ പോയി ചൂണ്ടയിട്ട്, അപ്പോൾ നിനക്കൊരു മീനെ കിട്ടും. കർത്താവ് ഞാനെന്ത് കാരണം നമുക്കറിയാം, ഈ കടലിലൊക്കെ പല കപ്പലൊക്കെ മുങ്ങിയിട്ട് ഒത്തിരി നാണയങ്ങൾ, സ്വർണ്ണ നാണയങ്ങളൊക്കെ അടിക്കിടപ്പുണ്ട്. അതൊക്കെ പായൽ പിടിച്ച് ഏതെങ്കിലും മീന് തീറ്റി തിന്നുന്ന കൂട്ടത്തിൽ അതിങ്ങോട്ട് വിഴുങ്ങിക്കാണും. അപ്പോൾ കർത്താവ് പറയാണ്, നീ പോയി ചൂണ്ടയിടുമ്പോൾ നിനക്ക് കിട്ടുന്ന ഒരു മത്സ്യമുണ്ട്, അതിൻ്റെ വായിലൊരു സ്വർണ്ണ നാണയം കാണും. അത് മതി, എനിക്കും നിനക്കുമായി, നിന്റെ അധ്വാനപരമായിട്ട് കിട്ടുന്ന അതുകൊണ്ട് എനിക്കും നിനക്കുമായി നീ നികുതി കൊടുത്തേക്കുക. നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കാൻ അവൻ നിയമത്തിന് വിധേയനായി എന്ന് നമ്മൾ സിറുമല കുർബാനയിൽ പ്രാർത്ഥിക്കാറുണ്ട്. അതെ, അവൻ ഈ എല്ലാ നിയമത്തിനും വിധേയനായിട്ടാണ്. അപ്പോൾ ഈ കൈക്കൂലി എന്നൊക്കെ പറയുമ്പോൾ അന്യായ പലിശ എന്നൊക്കെ പറയുന്നതാണ്. നമ്മൾ ബാങ്കുകാരൊക്കെ അത് മേടിക്കേണ്ടത് തെറ്റാണ്. അപ്പോൾ അവിടെ പറഞ്ഞത് എന്താണ്? നമ്മളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല, നമുക്കിതൊരു സഹനമായിട്ടാണ് ഈശോ പറഞ്ഞത്. അതായത് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് തന്നെ പരിത്യജിച്ച്. ഇവിടെ പറയാം, ഈ പണം എല്ലാവർക്കും കടം കൊടുത്തിട്ട് അതുകൊണ്ട് എന്നാ പ്രയോജനം, എനിക്ക് ബാങ്കിലിട്ടുന്നല്ലേ പലിശ കൊടുത്തിരുന്നെങ്കിൽ ഞാനത് അല്ലേ ബ്ലേഡ് എന്നൊക്കെ പറഞ്ഞു, പലിശയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ വലിയ കുറേ തുക എനിക്ക് ഉണ്ടാക്കാമായിരുന്നു എന്ന് പറയുന്നിടത്ത് വേണ്ട, എനിക്ക് ദൈവം തന്നതുകൊണ്ട് എൻ്റെ ദൈവം എനിക്ക് തരുമെന്ന് കരുതി പലിശ മേടിക്കാതെ നമ്മൾ കടം കൊടുക്കാം. അതൊരു ദൈവിക പ്രവൃത്തിയാണ്. ഞാൻ അവിടെ സഹിക്കുകയാണ്, ഞാൻ ഇല്ലാതായി തീരുകയാണ്. ആ പ്രവൃത്തിയിലൂടെ സ്വർഗത്തിൽ പോകാനുള്ളൊരു വഴിയാണത്. പലിശയ്ക്ക് അല്ലെങ്കിൽ കടത്തിന് പലിശ മേടിക്കാതിരിക്കുന്നത് സ്വർഗത്തിൽ പോകാനുള്ള വഴിയാണ്. പക്ഷെ നമ്മൾ ഈ ലോകത്തിലത് പണം ഉണ്ടാക്കാനുള്ള വഴിയായതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യുന്നു. ഈശോ പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാനാകാൻ തന്നെ പരിത്യജിച്ച് എനിക്ക് കിട്ടേണ്ട ലാഭമൊക്കെ വേണ്ട എന്ന് വെക്കുന്നത്, ആ സഹനമായി സ്വീകരിച്ചത് കുരിശായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരാതി പറയാതെ കർത്താവിൻ്റെ കൂടെ നടക്കുന്നത്, ആ ഒരു രീതിയിൽ നമ്മൾ ആത്മീയമായിട്ട് പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇന്ന് പുഷ്പകർപ്പിച്ച പോലെ ഒന്നാമത്തെ വായന വെളിപാട് പുസ്തകത്തിലാണ്. അവിടെ ഇത് തന്നെയാണ് പറയുന്നത്. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, ഇന്നലെ വെളിപാട് ഒന്നാമത്തെ ഇതിൽ എഫേസുസിലെ സഭയ്ക്കുള്ളതായിരുന്നു. ഇന്നലെ 7 സഭകളെ കുറിച്ച് പറഞ്ഞിട്ട് അതിൽ എല്ലാത്തിനെ കുറിച്ചും പറയുന്നത്. ഇന്ന് നമ്മൾ സാർദീസിലെ സഭയ്ക്കും വീണ്ടും ലവോദിയക്കായിലെ സഭയോടുള്ള പറയുവാണ്. എന്ന് പറയുമ്പോൾ നമ്മളുടെ വിശ്വാസികളായ നമ്മളോട് പറയുകയാണ്. സാർദീസിലെ സഭയുടെ ദൂതനെ എഴുതുക. എന്താ പറഞ്ഞതെന്നറിയാമോ? നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു, ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത്, പക്ഷേ നീ മൃതനാണ്. ഉണരുക, ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. നിന്റെ ഉള്ളിലുള്ള വിശ്വാസം ഉണ്ടല്ലോ, അതിങ്ങനെ മരിച്ചുപോയ വലിരിക്കുക. എസെക്കിയേൽ 37 ഇസ്രായേൽ ജനമാണിത്, അസ്ഥികളുടെ താഴ്വരന്റെ എൻ്റെ ജനം ഇസ്രായേൽ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ജനം ഇന്ന് അസ്ഥികളുടെ താഴ്വരയാണ്, ജീവനില്ലാതായിരിക്കുന്നു. നമ്മളിന്ന് അങ്ങനെ ആയിരിക്കുന്നു. ഏതാണ്ട് നമ്മൾ കഴിഞ്ഞ ചിന്തിച്ചില്ല, 3 പില്ലേഴ്സ് ഓഫ് ലൈഫ്, ശരീരവും മനസ്സും ആത്മാവും. അതിൽ ഈ 3 കാലും കൂടെ ഒരുപോലെ ഉണ്ടെങ്കിലേ നിലനിൽക്കുള്ളൂ, അല്ലെന്ന് മറിഞ്ഞു താഴെ വീഴും. മിക്കവാറും നമ്മളുടെയൊക്കെ ഈ ആത്മീയമായ മേഖല ശുഷ്കിച്ചു പോയി. ആത്മീയമായിട്ടൊന്നും ചെയ്യാൻ നമുക്ക് നേരം കിട്ടുന്നില്ലല്ലോ, ബോധ്യമില്ല. നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കാര്യങ്ങൾ മാത്രം ചെയ്തു പോകുന്നതുകൊണ്ട് ഈ ആത്മാവിന് അതിന് ഈക്വലായിട്ടുള്ള ആ നീളം അല്ലെങ്കിൽ ആത്മീയ ശക്തി കുറഞ്ഞു പോയത് കൊണ്ട് നമ്മൾ ആ കാലിന് നീളം കുറഞ്ഞാൽ 3 കാലും ഒരുപോലെ ഉണ്ടെങ്കിലേ ആ മേശ നിൽക്കുള്ളൂ. ഒരു കാലിന് നീളം കുറഞ്ഞാൽ അത് മറിഞ്ഞു വീഴും.
മിക്കവാറും എല്ലാ മനുഷ്യരുടെയും ആത്മീയമായ മേഖലയ്ക്ക് നീളം കുറഞ്ഞു പോയതുകൊണ്ട് ഇന്ന് ജീവിതം മറിഞ്ഞുപോയി, തകർന്നു കിടക്കുകയാണ്. തകർച്ച എന്ന് നമ്മൾ പറയുന്നതാണ്. ആത്മീയമായി നമ്മളുടെ ജീവിതത്തിൽ വന്ന കുറവുകളാണെന്ന് തകർച്ചയായി നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സാർദീസിന്റെ സഭയോട് പറഞ്ഞത്, നീ ജീവിക്കുന്നു എന്ന് വിചാരിക്കുന്നു, പക്ഷെ നീ മരിച്ചവനെ പോലെയാണ്. ഉണരുക, നിന്നിൽ ആസന്ന മരണമായിരിക്കും, ഒന്നിനെ ഉത്തേജിപ്പിക്കുക. എന്തെന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടതാ ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടത് എന്തെന്നനുസരിച്ച് അത് കാത്തു സൂക്ഷിക്കുക, അനുദപിക്കുകയും ചെയ്യുക. നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും. ഈശ്വരന് പറഞ്ഞുണ്ട്, കള്ളനെ പോലെ. ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുന്നത് നീ അറിയുന്നില്ല. ഈശോ പറയാണ്, അവന്റെ കൂടെ ജീവിക്കുന്ന അനേകര്, വിശുദ്ധി ജീവിക്കുന്ന അനേകർ അവിടെ ഉണ്ട്. അവരെ സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നവരാണ്. അങ്ങനെയുണ്ടാണ്. അപ്പൊ നമ്മളോട് പറയാണ്, നമ്മള് ഉണർന്ന് പ്രശോഭിക്കുക. യേശയ്യ 66 നിന്റെ പ്രകാശം വന്നുചേർന്നിരിക്കുന്നു, കർത്താവിന്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അതെ, ഉണരുക, നേരം വെളുത്ത് ഉണരുക. ദൈവത്തിന്റെ കർത്താവിന്റെ വരവ് ആസന്നമായി, കാഹളധ്വനി കേൾക്കാറായി. നമ്മളുടെ ജീവിതത്തെ ഒന്ന് ഉണർത്തുക. വീണ്ടും ലവോദിയക്കാലെ സഭയോട് പറഞ്ഞ ഇതാണ്, അത് മുഴുവൻ വായിക്കുന്നില്ല. നീ ചൂടോ തണുപ്പോ ഉള്ളവനല്ല. അപ്പോൾ നമ്മൾ ചിന്തിച്ചതാണത്. ചൂടുള്ളവൻ ആത്മീയമായി ജ്വലിക്കുന്നവർ അല്ലേ? നമ്മള് സിറമലോക്കില് പറയുന്നുണ്ട്, ജ്വലിക്കുന്ന അധരങ്ങളോടെ കർത്താവെ നിന്നെ സ്തുതിക്കുമ്പോൾ ഞങ്ങളുടെ അധരങ്ങൾ ജ്വലിക്കുന്ന അധരങ്ങളോടെ സ്വർഗസ്ഥനായ അപ്പാ എന്ന് വിളിക്കാനാണ് സിറമലബ കുർബാനയിൽ നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞപ്പ എന്ന ഡാഡി എന്ന് വിളിക്കുന്നത് പോലെ സ്നേഹത്തോടെ ഹൃദയം ജ്വലിച്ചുകൊണ്ട് ജ്വലിക്കുന്ന അധരങ്ങളോടെ അപ്പാ എന്ന് വിളിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ടാണ്. ജ്വലിക്കുന്ന അധരങ്ങളോടെ കർത്താവെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ഹൃദയം ജ്വലിക്കുന്നവരായി. അതാണ് ജ്വലനം, അതാണ് ചൂടുള്ള അവസ്ഥ. ഇനിയും തണുപ്പാണെങ്കിൽ ചിലത് അങ്ങനെയാണ്, അവർക്ക് അങ്ങനെ പറ്റിപ്പോയി. ലൂക്ക 15 കാണാതെ പോയ ആ 3 അവസ്ഥ, കാണാതെ പോയ നാണയം, അതൊരു മരവിച്ച അവസ്ഥയാണ്, ജീവനില്ല, തണുത്ത അവസ്ഥയാണ്. അതിന് ജീവനുള്ള ആ നാണയം പോയി എവിടെ പോയി വീണെന്ന് അതിന് സംസാരിക്കാനുള്ള ശക്തിയില്ല. അത് ആ വീട് മുഴുവൻ അടിച്ചു വാരുന്ന പോലെ ആ വീട് മുഴുവൻ അടിച്ചു വാരി നിന്നെ ഞാൻ കണ്ടെത്തുമെന്നാണ്. ഞാൻ നിന്റെ പിറകെ വന്ന് നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളിച്ചു. ജെറമ്യാ 29 നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ടെന്ന് പറഞ്ഞതിന്റെ ഭാഗമാണ്. തണുത്തുപോയെങ്കിൽ, മൃതപ്രായമായി കിടക്കുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളെ അടിച്ചു വാരി, നിങ്ങൾ കാണാതെ പോയ ആടിനെ പോലെ, അല്ലെങ്കിൽ കാണാതെ പോയ നാണയ അല്ലെങ്കിൽ മുടിയനായ പുത്രനെ പോലെ ആണെങ്കിൽ നമ്മളെ വന്ന് കണ്ടെത്തുന്ന ഒരു ദൈവമാണ് അവിടുന്ന്. അപ്പൊ തണുത്തുപോയെങ്കിൽ നമ്മളെ കണ്ടെത്തും. ചൂടുള്ളവനാണെങ്കിൽ നല്ലതാണ്. പക്ഷെ ഇത് നമുക്ക് കുഴപ്പമെന്നറിയാം, ഇത് രണ്ടും കൂടെ ലോകത്തിന്റെ പാപങ്ങളും ദൈവികമായ കാര്യങ്ങളും കൂടെ കൂട്ടിക്കലർത്തിക്കൊണ്ട് ചൂടും തണുപ്പും കൂടെ കൂട്ടിക്കലർത്തി നമുക്കറിയാം അല്ലേ, വളരെ സുഖകരമായ ഒരവസ്ഥയാണ്. പുതപ്പിന്റെ അടിയിൽ കിടന്ന് തണുപ്പുള്ളപ്പോൾ മയങ്ങുന്ന പോലെയാണ്. ആർക്ക് പറ്റി എഴുന്നേക്കാൻ ഈ പ്രഭാതത്തിലൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ വേറെ പണിയൊന്നുമില്ല. ലോകത്തിലുള്ള സുഖമുള്ള സന്തോഷത്തോടെ നിന്ന് ഉറങ്ങേണ്ട സമയമാണ് ഈ സമയത്ത്. രാവിലെ എഴുന്നേറ്റ് വരെ പണിയൊന്നുമില്ല. പുതപ്പിന്റെ അടിയിൽ മന്നോഷ്ണമല്ല, ചൂടുമില്ല, തണുപ്പ്, നല്ല സുഖമായ ശരീരത്തിന് വേണ്ട അവസ്ഥയിൽ ഇതുപോലെയാണ് അനേകർ ലോകത്തില് ദൈവത്തിന്റെ കാര്യങ്ങളും കുറെ ചെയ്യും, സാത്താന്റെ കാര്യങ്ങളും കുറെ ചെയ്ത് കുഴപ്പമില്ല. ലോകത്തിന് ശരീരത്തിന് വേണ്ട സുഖങ്ങളും ആഡംബരങ്ങളും പിന്നെ ആത്മാവിന് വേണ്ടി കുറേയൊക്കെ കൊടുത്തുകൊണ്ട് ഇങ്ങനെ രണ്ടും കൂടെ കൂട്ടിക്കലർത്തിക്കൊണ്ട് ഈശോ എന്താ പറഞ്ഞെന്നറിയാം, കർത്താവിന് ഒരിക്കലും പ്രവർത്തിക്കാം. കാരണം അവിടുന്ന് പരിശുദ്ധനാണ്, അവിടുന്ന് ജ്വലിക്കുന്നവനാണ്. നീ മന്നോഷ്ണനാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. എന്തെന്നാൽ ഞാൻ ലോകത്തിനാണ്, ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണ്, നീ അറിയുന്നില്ല. കാരണം ഇത് സാത്താൻ അപകരിച്ചു കൊണ്ടുപോകും. കാരണം അവനാണ് നമ്മുടെ കൂടെ ഇപ്പൊ നടക്കുന്നത്. നമ്മുടെ ഈ സമ്പത്തും ഈ പ്രൗഢി, ഈ ആരോഗ്യവും സമാധാനവും ഒക്കെ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഉണ്ടെന്ന്, അതെല്ലാം അവൻ അപകരിക്കും. അവൻ വരുന്നത് മോഷ്ടിക്കുവാനാണ്. നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമാധാനം ഉണ്ടെന്നൊക്കെ പറയുന്നത് അവൻ കടന്നു വരുമ്പോൾ. അതുകൊണ്ട് ജ്വലിക്കുന്നവരായിരിക്കുക, ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുള്ളവരായിരിക്കുക. അവിടേക്ക് തിന്മയ്ക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ട് സാത്താനെല്ലാം നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ നീ കാണുന്ന, ഞാൻ പറയുന്നു നിനക്കൊന്നുമില്ല എന്ന്, ഞാൻ കാണുന്നത് സാത്താൻ നിന്നെ ആക്രമിച്ച് നിന്നെ കീഴ്പ്പെടുത്തി എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് നിന്നെ ഞാൻ കാണുന്നതാണ്. എന്നാൽ
ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. ഞാൻ അനുഗ്രഹിച്ച് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും എനിക്ക് ആവശ്യമുള്ളതെല്ലാം യേശു ക്രിസ്തു വഴി നൽകും. പ്രിയമുള്ളവരെ, അത് സത്യമാണ്. ഞാനും ലീലോ ഞങ്ങൾ കുറെ കാര്യങ്ങൾ തീരുമാനം എടുത്താണ്. നമ്മുടെ ഇന്ന് ദൈവം പറയണം, നമ്മൾ വീമ്പടിക്കുന്നില്ല കേട്ടോ. നമുക്ക് ആവശ്യമുള്ളതിനപ്പുറം നമ്മളെ അത്ഭുതകരമായി ഇതെവിടുന്ന് വരുന്നു നമുക്കറിയില്ല. മറ്റാരുടെ ഇത് മേടിക്കുന്നില്ല. നമ്മളുടെ ജീവിതത്തിൽ ദൈവം ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം വേണ്ട സമയത്ത് എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം യേശു ക്രിസ്തു വഴി നൽകും. അവിടെയാണ് നമുക്ക് നമ്മുടെ സമ്പത്ത്. ആ ഒരു ഇത് മണ്ടത്തരമാണ് കേട്ടോ. ഞാൻ പറയുന്ന മണ്ടത്തരമാണ്. ലോകത്തിൽ കേൾക്കുന്നവർ ഈ പുള്ളിക്ക് വലിയ കൈവിവരമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയത്തില്ല. ക്രൂശിന്റെ വചനം വിശ്വസിക്കാത്തവർക്ക് ഭോഷത്തരവും, വിശ്വസിക്കുന്നവർക്ക് അത് ദൈവിക ശക്തിയുമാണ്. അതെ, ഒരു സംശയമില്ല. ഞാൻ പറയും, ദെബ്രാനോട് ചേർന്ന് നിന്നാൽ മതി. ഓരോ കാര്യങ്ങൾ പറയാനാണെന്ന് പറഞ്ഞാൽ തീരില്ല. അതുപോലെ ദൈവത്തോട് ചേർന്നുകൊണ്ട് ആദ്യമേ നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് കൂട്ടിച്ചേർന്ന് നൽകുന്ന ഈശോ പറഞ്ഞ വാക്കാണ് മത്തായി 6:33. ചുമ്മാവുന്നല്ല, അവൻ സത്യവാനാണ്, അവൻ ജീവിക്കുന്നവനാണ്. അവനോട് ചേർന്നാൽ മതി. നമ്മുടെ മക്കളുടെയും നമ്മൾ കണ്ണടയുന്നവരെ എല്ലാം സമാധാനത്തിൽ നിത്യത നമുക്ക് കിട്ടി. ഈ ഭൂമിയിൽ നമ്മുടെ മക്കളൊക്കെ ദൈവത്തെ ആസ്വദിക്കുന്നവരായിട്ട് ജീവിച്ച് നമ്മുടെ കണ്ണടയാൻ പറ്റുന്നു. എന്നിട്ട് പറയാണ്, ധനികന അഗ്നിശുദ്ധി സ്വർണം എന്നോട് വാങ്ങുക. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് ലജ്ജിക്കാതിരിക്കാൻ ശുഭവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. ഈ മറ്റുള്ളവരെന്ന് പറയുന്നത് സാത്താനെ കുറിച്ചാണ് കേട്ടോ. മറ്റുള്ളവരെന്ന് പറയുമ്പോൾ നമ്മളെ ഉപദ്രവിച്ചവരെ കുറിച്ചല്ല. ഈ മറ്റുള്ളവരെന്ന് ദൈവം പറയുന്നത് സാത്താനെ കുറിച്ചാണ്. മനുഷ്യനായ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമ്മളെ കൊണ്ട് പാപം ചെയ്യിച്ചിട്ട് അല്ലേ നമ്മുടെ തുണി ഉരിഞ്ഞു പോവാണ്. ഇതിൽ പറഞ്ഞ നാണക്കേട് നമുക്ക് എന്തുണ്ടല്ലേ? സമൂഹത്തിന് മുമ്പ് നിൽക്കുക തുണി ഉരിഞ്ഞു പോകുക. സാത്താന്റെ കൂട്ടങ്ങൾ നമ്മളെ നഗ്നരാക്കി. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദവുമായും തങ്ങൾ നഗ്നരാണെന്ന് അവരുടെ ഉള്ളിൽ അപകർഷതാബോധം, കുറ്റബോധം സാത്താൻ ഇട്ടുകൊടുത്തു. നമ്മൾ പാപം ചെയ്തിട്ട് നമ്മളെ കുറ്റബോധത്തിൽ നശിപ്പിക്കാതിരിക്കാൻ യേശു തന്റെ തിരുരക്തം കൊണ്ട് കഴുകിയിട്ട് അവന്റെ തോലുകൊണ്ട് അവന്റെ ശരീരത്തിൽ തോലുരിഞ്ഞ് അവന്റെ കഷ്ടാനുഭവത്തിന്റെ യോഗ്യതയാൽ നമ്മളെ മറച്ചു. എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങളുടെ നഗ്നത മറയ്ക്കാം. സാത്താനും അവന്റെ കൂട്ടരും നിങ്ങളെ കണ്ട് ഒരിക്കലും പരിഹസിക്കുകയില്ല. എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിൽ എഴുതാനുള്ള അഞ്ജനം എന്ന് പറയുന്നത് നിന്റെ കണ്ണൊന്ന് ജ്വലിക്കട്ടെ. നിന്റെ കണ്ണ് ദൈവിക ജ്ഞാനം കൊണ്ടല്ലേ. ദൈവിക ജ്ഞാനമുള്ളവരുടെ കണ്ണിലേക്ക് നോക്കി തീ ജ്വലിക്കുന്ന പോലെയാണ്. നിന്റെ കണ്ണിൽ ഞാൻ എൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം തരാം. എന്നിട്ട് പറയാണ്, ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീഷ്ണതയുള്ളവനാവുക, അനുദപിക്കുക. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. നിത്യതമായി അവൻ്റെ കൂടെ നിത്യതയിൽ എന്നും ആയിരിക്കാനുള്ള വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത്. ആരാണ് എൻ്റെ ഇടത്തും വലത്തും ഇരിക്കുക എന്ന് ഈശോ പറഞ്ഞില്ലേ? ആരാണ് എൻ്റെ ഇടത്തും വലത്തും ഇരിക്കുക? വിജയം വരിക്കുന്നവരെ യേശുവിനോട് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ഇതാണ് ഇന്ന് നമ്മളോട് പറയുന്നത്. അവൻ്റെ വരവിൽ എന്നാണെന്ന് നമുക്കറിയില്ല. നാളെയാണ്, 2000 വർഷം ഇനിയുണ്ടോ നമുക്കറിയില്ല. ദൈവത്തിന്റെ കരുണയുടെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഉണർന്നിരിക്കുക. നമ്മൾ നമ്മുടെ മക്കളോടും പറയണം, ഇങ്ങനെ സംഭവം വരാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. എപ്പോഴാണെന്ന് അറിയില്ല, ഉണർന്നിരിക്കണം. കർത്താവിനുമ്പിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ ഇന്ന് സഖ്യവൂസിന്റെ വീട്ടിലേക്ക് അതും പുഷ്പമർപ്പിച്ചു. ലൂക്കാ 19 കുറവ് പാപം സാത്താൻ അടിമത്തിൽ കൊണ്ടുപോയിട്ട് അവനെ കാണാൻ നമ്മൾ ഇന്നലെ ചിന്തിച്ച കുറ്റബോധമല്ലേ. അവൻ്റെ അടുത്ത് നിന്ന് പോകാൻ എനിക്കുള്ള യോഗ്യതയൊന്നുമില്ല. ഞാൻ ഈ മരത്തിൻ്റെ മുകളിൽ ആരും കാണാതെ അവനെന്നെ കാണാതെ ഈ മരച്ചില്ലുകളുടെ ഇടയിൽ ഒളിച്ചിരുന്നിട്ട് അവനെ ഒന്ന് കണ്ടാൽ മതി, എന്താ ഇവൻ്റെ പ്രത്യേകത ഒന്ന് അറിയാനായിട്ട് പലപ്പോഴും നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ ലോകത്തിൻ്റെ മദ്യവും മയക്കുമരുന്നും ജഡിക പാപ ആസക്തികളും കണ്ണിലൂടെ എല്ലാ അശുദ്ധിയും വലിച്ചു കയറ്റി
എല്ലാ പാപവും ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ചിന്തിക്കുക, എന്താ ഇവന് ഈ പ്രത്യേകത ഒന്ന് ഒരു 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 ചിന്ത. കാരണം നമ്മുടെ ആത്മാവിനൊരു ആഗ്രഹമുണ്ട് ദൈവസന്നിധി നിൽക്കാൻ. ഈ ശക്കവൂസ് ലോകത്തിന്റെ പാപങ്ങളുടെ മറവിൽ നിന്നുകൊണ്ട് ദൈവത്തെ ഒന്ന് കാണാൻ ശ്രമിച്ചു. ആ കർത്താവ് നോക്കിയണം എന്തുമാത്രം സ്നേഹിക്കുന്നുവെന്ന്. മരച്ചില്ലയുടെ ഒളിച്ചിരുന്ന ആദം നീ എവിടെയും ചോദിച്ചു. അറിയാം എവിടെയാന്ന്, പുറത്തു വരാൻ വിളിക്കുകയാണ്. ശക്കവൂസ് മരത്തിന്റെ മുകളിൽ ഇരിപ്പുണ്ടെന്ന് അറിയാം. ആ മരത്തിന് താഴെ വന്ന് നിന്ന് മേളിലോട്ട് നോക്കിയിട്ട് അവന്റെ പേര് പോലും വിളിച്ചു. എടാ നിന്റെ പേരെന്താന്ന് ചോദിച്ചില്ല, നീ എവിടെ താമസിക്കുന്നു ചോദിച്ചില്ല. ശക്കവൂസേ നീ വേഗം താഴേക്ക് ഇറങ്ങി വരിക. എന്റെയും നിങ്ങളുടെയും നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ജഡിക പാപത്തിന്റെ ആ മരച്ചില്ലകളുടെ ഇടയിൽ ഒളിച്ചിരിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെ പേരുകൾ അറിയുന്ന ഒരു കർത്താവ് നിരന്തരം നമ്മെ വിളിക്കണം. മകനെ മകളെ നീ താഴേക്ക് ഇറങ്ങി, എന്റെ കൂടെ ഞാൻ നിനക്ക് തരാം, നീ എന്റെ കൂടെ വന്ന് എന്റെ കൂടെ വാ. ഇന്നലെ ഞാൻ പറഞ്ഞത് പറയാൻ കാരണം സാത്താൻ പറയും നീ അവന് ചുമ്മാ അല്ല, നമ്മൾ ഏറ്റു പറഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. ശക്കവൂസ് താഴേക്ക് ഇറങ്ങി വന്നിട്ട് എന്താ അവൻ ഏറ്റു പറഞ്ഞു? എന്താ പറഞ്ഞത്? താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അവൻ പറഞ്ഞു, ഇതാ എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും തുക അനുതാപത്തിന്റെ കുമ്പസാരമാണ്. ഇത് നല്ല കുമ്പസാരം നടത്തി യേശുവിന് മുമ്പില്. ഞാൻ താഴെ തുക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ഇനി പിന്നെ ബാക്കിയൊന്നുമില്ല. ഒരു വചനപണ്ഡിതൻ പറഞ്ഞാണ്, ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾക്ക് സ്വന്തമായിട്ട് ഇതൊന്നും ബാക്കി കാണത്തില്ല. ആരുടെയെങ്കിലും 4 ഇരട്ടി മോഷ്ടിച്ചതിന് 4 ഇരട്ടി തിരിച്ചു കൊടുക്കുകയാണ്. സ്വന്തമായി ഇനിയിപ്പോൾ അവനെ അനുഗമിക്കാനാണ്. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, ഇതാ ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ്, ഇതാ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ഏറ്റവും വലിയ പാപത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമുക്ക് യേശു പറയാണ്, അതെ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവനാണ്, നിങ്ങൾ അബ്രാഹത്തിന്റെ മക്കളാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. പിന്നെയുള്ള ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് അവനെ ഒന്ന് പരിചയപ്പെടാൻ പറ്റിയിരുന്നെങ്കിൽ, അവന്റെ സ്നേഹം ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഈ ലോകത്തിന്റെ ജഡികതയിൽ നിന്ന് ഉണരാനായിട്ട് ദിവ്യകാരുണ്യമായി ഭൂമിയിൽ ഞങ്ങളെ കാത്തിരിക്കുന്ന വിശുദ്ധ കുർബാനയായി കുദാശയായി ഒരു ഏറ്റവും വലിയ പള്ളിയില്ലേ, എന്തുമാത്രം പള്ളികളാണ് കണ്ടാൽ അതിശയിക്കുന്ന വലിയ പള്ളികളുടെ ഉള്ളിൽ ഏറ്റവും ചെറിയൊരു പെട്ടിക്കകത്ത് ഒതുങ്ങിയിരിക്കുന്ന അത്രമാത്രം ചെറുതായി തീർന്ന പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.